ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രപ്പോസിഷനിലെ ഇന്നാണ്. ഇൻ എന്നതിന് ഒരുപാട് യൂസേജസ് ഉണ്ട്. അത്യാവശ്യം വേണ്ട യൂസേജസ് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ക്ലാസ്സിലൂടെ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പ്ലേസ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ, ഇത് കാണിക്കാൻ ഇൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലേസ്, ഡയറക്ഷൻ, പൊസിഷൻ നമുക്ക് നോക്കാം ഇന്നിൻ്റെ യൂസേജസ്. ഇൻ യൂസേജ് നമുക്ക് നോക്കാം. റൂം, ബിൽഡിംഗ്, സ്ട്രീറ്റ്, ടൗൺ, കൺട്രി, ഇവയുടെ കാര്യത്തിൽ ഇൻ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായി റൂം ഓർ ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ റൂം അത് കാണിക്കാൻ ഇൻ ദി കിച്ചൺ, ഇൻ ദി കിച്ചൺ, കിച്ചണിനുള്ളിൽ എന്ന് പറയാൻ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ടൗൺ ഓർ കൺട്രി അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? ഇൻ ലണ്ടൻ, ഇൻ പാരീസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ടു ഇൻഡിക്കേറ്റ് പൊസിഷൻ, ഒരു സ്ഥാനം സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലേസ് കാണിക്കാൻ ഒക്കെ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വിശദീകരണമായിട്ട് നോക്കാം. അതിൻ്റെ ഒരു വിശദീകരണം എന്താണെന്നാൽ ടു ഇൻഡിക്കേറ്റ് പൊസിഷൻ, പൊസിഷൻ കാണിക്കാൻ നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യും? ഹീ ലിവ്സ് ഇൻ ഡൽഹി, അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് എന്ന് കാണിക്കാൻ ഹീ ലിവ്സ് ഇൻ ഡൽഹി നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മുണ്ടക്കയം ഈസ് എ ടൗൺ ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ്, മുണ്ടക്കയം എന്നത് കോട്ടയം ജില്ലയിലെ ഒരു പട്ടണമാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലെ ഒരു പട്ടണമാണ് മുണ്ടക്കയം, അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് എന്ന് പറയാൻ, കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്തെ പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായത്. അതുപോലെ മറ്റൊരു ഉപയോഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ബുക്ക്, പേപ്പർ, നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ, പൊസിഷൻ കാണിക്കാൻ, പൊസിഷൻ ഒക്കെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ബുക്ക്, പേപ്പർ എക്സെട്ര ഇതൊക്കെ കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായി ഇൻ ദി ബുക്ക് എന്ന് പറയാം. ഇൻ ദി ബുക്ക്, ബുക്ക്, പേപ്പർ എന്നൊക്കെ പറയാനായി ആ തിങ്സിൻ്റെ കാര്യത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർ, ടാക്സി, ഇൻ എൻറ്ററിങ് എ കാർ ഓർ ടാക്സി അത് പറയാൻ നമ്മൾ ഈ ഇൻ ഉപയോഗിക്കുന്നുണ്ട്. ഗെറ്റ് ഇൻ ദി കാർ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ദി കാർ, ഇൻ എ ടാക്സി എന്നൊക്കെ പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗം പഠിച്ചു. ഇനി നമുക്ക് നോക്കാം. പിക്ചർ, വേൾഡ് എന്നിവ കാണിക്കാം. പിക്ചർ, വേൾഡ് എന്നിവ പറയാനായി നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നു. ഇൻ ദി പിക്ചർ, ഇൻ ദി വേൾഡ്. അപ്പോൾ അത് മനസ്സിലായി. പിക്ചർ, വേൾഡ് എന്നിവ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദി പിക്ചർ, ഇൻ ദി വേൾഡ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നിൻ്റെ ടൈമിലുള്ള ഉപയോഗം, ടൈമിലെ യൂസേജ്, സമയത്തിലെ യൂസേജ് ഇന്നിൻ്റെ അത് നമുക്ക് നോക്കാം. മന്ത് ഓർ സീസൺ അത് കാണിക്കാൻ ഇൻ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിളായി ഇൻ ഓഗസ്റ്റ്, ഇൻ സെപ്റ്റംബർ, ഇൻ ജൂലൈ എന്നൊക്കെ പറയാൻ ഇന്നാണ് ഉപയോഗിക്കുന്നത്. മന്തിൻ്റെ കാര്യത്തിൽ, മാസങ്ങളുടെ കാര്യത്തിൽ ഇന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായി. സീസൺ കാണിക്കാനും നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ വിൻ്റർ, സീസൺസ് ഇൻ വിൻ്റർ, ഇൻ സമ്മർ എന്നൊക്കെ പറയാൻ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈം ഓഫ് ഡേ, ടൈം ഓഫ് ഡേ കാണിക്കാൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദി മോർണിംഗ് എന്ന് പറയാൻ ഇൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദി മോർണിംഗ് എന്ന് പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇന്ന് ടൈമിൻ്റെ കാര്യത്തിൽ. ഇയർ, ഒരു ഇയർ, സെർട്ടൻ ഇയർ പറയാൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ലളിതമായി പറയുകയാണ്, ഒരു ഇയർ പറയാൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ 2006, ഇൻ 2008 എന്നൊക്കെ പറയാൻ ഇൻ യൂസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം, വെൻ, ആഫ്റ്റർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം അത് പറയാൻ ഇൻ ആൻ അവർ, എക്സാമ്പിൾ ഇൻ ആൻ അവർ എന്ന് പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ എ സെർട്ടൻ പീരീഡ് ഓഫ് ടൈം, സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിനെ കാണാൻ അവിടെ നമ്മൾ ഇൻ ആൻ അവർ എന്ന് പറയാൻ നമ്മൾ ഇൻ ആൻ അവർ എന്ന് പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈമിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരുപാട് യൂസേജസ് ഉണ്ടെന്ന് മനസ്സിലായി.
അപ്പോൾ ടു ഇൻഡിക്കേറ്റ് ടൈം, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. To indicate time. In my time, there were no special orders. എൻ്റെ കാലത്ത്, എൻ്റെ സമയത്ത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഓർഡേഴ്സ് ഒന്നുമില്ലായിരുന്നു. എൻ്റെ കാലത്ത് പ്രത്യേകതരം ഓർഡേഴ്സ് ഒന്നുമില്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എൻ്റെ കാലം, എൻ്റെ സമയം, ഇൻ മൈ ടൈം. ഇൻ മൈ ടൈം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ടൈമിൻ്റെ സമയം, ടൈമെന്ന്. ടൈമിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇൻ മൈ ടൈം, എൻ്റെ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതരം ഓർഡേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇൻ മൈ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ടൈമിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഐ വിൽ ഗോ ദെയർ ഇൻ ദി നിയർ ഫ്യൂച്ചർ. ഐ വിൽ ഗോ ദെയർ ഇൻ ദി നിയർ ഫ്യൂച്ചർ. കാലത്തിൻ്റെ കാര്യത്തിൽ അടുത്ത കാലത്ത് തന്നെ ഞാൻ അവിടെ പോകും, നിയർ ഫ്യൂച്ചറിൽ തന്നെ, നെക്സ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ. അപ്പോൾ അതിൽ നമ്മൾ ഐ വിൽ ഗോ ദെയർ ഇൻ നിയർ ഫ്യൂച്ചർ ഇൻ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെയും കാലം, ടൈമിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രപ്പോസിഷനിൽ ഏറ്റവും കൂടുതൽ ടൈമിൽ യൂസ് ചെയ്യുന്നതാണെന്ന് പറയാം. ഓക്കെ, ഇന്ന ടൈമിൽ ഒരുപാട് യൂസേജസ് ഉണ്ട്. നെക്സ്റ്റ്, to indicate direction of activity. ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി നമ്മൾ ആദ്യം പറഞ്ഞു. ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി പറഞ്ഞിരുന്നു, ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞപ്പോൾ ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി പറഞ്ഞിരുന്നു. നമുക്ക് കുറച്ച് വിശദീകരണം നോക്കാം. ഹീ ഡിപ്പ് ഹിസ് പെൻ ഇൻ ദി ബോട്ടിൽ. അവൻ തൻ്റെ പേന കുപ്പിയിൽ മുക്കി. അപ്പോൾ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കാണിക്കുകയാണ്. അവൻ തൻ്റെ പേന കുപ്പിയിലേക്ക് മുക്കി. അവിടെ നമ്മൾ ഇൻ യൂസ് ചെയ്യും. ഇൻ ദി ബോട്ടിൽ, ഇൻ ദി ബോട്ടിൽ എന്ന് കാണിക്കും. അതുപോലെ ഹി ത്രൂ ദി വേസ്റ്റ് ഇൻ ദി ഫയർ. അവൻ മാലിന്യം തീയിലേക്കിട്ടു. അതും ഒരു ഡയറക്ഷൻ. തീയിലേക്കിട്ടു. ഇൻ ദി ഫയർ. ഇൻ ദി ഫയർ എന്ന് പറയാൻ ഇൻ യൂസ് ചെയ്യും. തീയിലേക്കിട്ടു എന്ന് പറയാനായി. അപ്പോൾ ഹി ത്രൂ ദി വേസ്റ്റ് ഇൻ ദി ഫയർ എന്ന് പറയാൻ, അവൻ മാലിന്യം തീയിലിട്ടു, അത് പറയാൻ ഇന്നാണ് യൂസ് ചെയ്യും. ഈ എക്സാമ്പിൾസ്, ഇനിയുള്ള എക്സാമ്പിൾസ് നമുക്ക് ഇൻ ഓർ ഇൻ ടു യൂസ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് നോക്കാം. ടു ഇൻഡിക്കേറ്റ് ഡ്രസ്, കോസ്റ്റ്യൂംസ്. ഡ്രസ് ഓർ കോസ്റ്റ്യൂംസ്. ഡ്രസ്സിൻ്റെയും കോസ്റ്റ്യൂംസിൻ്റെയും കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, ഇൻറ്റു യൂസ് ചെയ്യാം. അവിടെ ഇൻറ്റു. സ്റ്റുഡൻസ് ഷുഡ് കം ടു സ്കൂൾ ഇൻ യൂണിഫോം. വിദ്യാർത്ഥികൾ യൂണിഫോമിൽ സ്കൂളിൽ വരണം. വിദ്യാർത്ഥികൾ യൂണിഫോമിൽ എന്ന് പറയാൻ ഇൻ യൂണിഫോം. യൂണിഫോമിൽ സ്കൂളിൽ വരണം എന്ന് പറയാൻ ഇൻ യൂസ് ചെയ്യും. അതുപോലെ ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ. ഒരു സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ കാണിക്കാനും നമ്മൾ ഇൻ യൂസ് ചെയ്യും. He lives in a comfort manner. He lives in a comfort manner. അവൻ സുഖമായി ജീവിക്കും. ഒരവസ്ഥയെ കാണിക്കാൻ നമ്മൾ ഇൻറ്റു പറയാം. അവൻ സുഖമായി ജീവിക്കും എന്ന് പറയാൻ ഇന്നു ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സിന് തരുന്ന സപ്പോർട്ടിന് നന്ദി. കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു. Thanks for watching.